ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാബ ജ്യോതീന്ദ്ര തർക്കട്ട്. നമ്മൾ സായി സച്ചരിത്രയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. തർക്കട്ട് ഫാമിലിയെക്കുറിച്ചും ജ്യോതീന്ദ്ര തർക്കട്ടിനെ കുറിച്ചുമൊക്കെ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊടുത്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ തർക്കട്ട് ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ തർക്കട്ട് ഫാമിലിയിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ബാബ ഉണ്ടാക്കിയ മാറ്റങ്ങളായിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ ബാബയുടെ ലീലകളായിക്കോട്ടെ ഒരുപാടാണ് കേട്ടോ. അതെല്ലാം സായി സച്ചരിത്രയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട് ബാബ അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. അതിൽ ഇന്ന് ഞാൻ പറയുന്നത് ജ്യോതീന്ദ്ര തർക്കട്ടിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ബാബയെ ആദ്യമായിട്ട് കാണുന്നതും അതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ ജ്യോതീന്ദ്ര തർക്കട്ട്, ഈ തർക്കട്ട് ഫാമിലി എന്ന് പറയുന്നത് മുംബൈയിലെ വളരെ ഫേമസ് ആയ ഡോക്ടർ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ജ്യോതീന്ദ്ര തർക്കട്ടിൻ്റെ അച്ഛൻ രാമചന്ദ്ര തർക്കട്ട് തുടങ്ങി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന ഡോക്ടേഴ്സായിരുന്നു. അപ്പോൾ ജ്യോതീന്ദ്ര തർക്കട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാമചന്ദ്ര തർക്കട്ട് അദ്ദേഹത്തിന് ഡെയിലി അന്നത്തെ 4 അണ അദ്ദേഹത്തിന് പോക്കറ്റ് മണിയായിട്ട് കൊടുക്കുമായിരുന്നു സ്കൂളിൽ പോകുന്ന ടൈമിൽ. അപ്പോൾ ജ്യോതീന്ദ്ര തർക്കട്ട് ചെയ്യുന്നത് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അതിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും ആഹാരം കഴിക്കാറാണ് പതിവ് ആ ഒരു പൈസയ്ക്ക്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് ആ റെസ്റ്റോറൻറ്റിലെ സൈഡിലായിട്ട് കുറച്ച് വയസ്സായ ഒരു വ്യക്തി, അദ്ദേഹം ഒരു വെള്ള കഫ്നിയൊക്കെ ധരിച്ചാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ജ്യോതീന്ദ്ര തർക്കട്ടിനെ കാണുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഭിക്ഷ തരൂ എന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ജ്യോതീന്ദ്ര തർക്കട്ട് ഒന്നും ചിന്തിക്കാതെ പോക്കറ്റിൽ നിന്നും ഒരു പൈസ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, 1 പൈസയാണോ എനിക്ക് ഭിക്ഷയായി നൽകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ജ്യോതീന്ദ്ര തർക്കട്ട് പറയുകയാണ്, അതിൽ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം എൻ്റെ അച്ഛൻ ഡെയിലി എനിക്ക് 4 അണയാണ് പോക്കറ്റ് മണിയായിട്ട് തരുന്നത്. അതിൽ നിന്നും 1 പൈസ നിങ്ങൾക്ക് ഭിക്ഷ തരുന്നതിൽ എനിക്ക് യാതൊന്നും സംഭവിക്കാനില്ല. നാളെയും എനിക്ക് ഈ 4 അണ രാവിലെ കിട്ടും. അതുകൊണ്ട് 1 പൈസ നിങ്ങൾ എടുത്തോളൂ, ഭിക്ഷയായിട്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് തർക്കട്ട് ഓടി ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് തർക്കട്ടിൻ്റെ അമ്മയ്ക്കൊരു പ്രോബ്ലം ഉള്ളത്, അവർക്ക് വളരെ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്ന സംഭവം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ വളരെ അസഹനീയമായ തലവേദനയാണ് ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരുന്നത്. തർക്കട്ട് ഫാമിലി ആകട്ടെ വലിയ ഡോക്ടർ ഫാമിലിയാണ്. അവരുടെ ട്രീറ്റ്മെൻറ്റിലും ഭേദമാകുന്നില്ല. അവർക്കറിയാവുന്ന ഡോക്ടേഴ്സിനൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്നും തർക്കട്ടിൻ്റെ അമ്മയ്ക്ക് ആ ഒരു മൈഗ്രെയിനോ ആ തലവേദനയിൽ നിന്നും ഒരു മോചനവും ലഭിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തർക്കട്ട് അന്നും സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് കാണുന്നത് അമ്മ ഇങ്ങനെ തലവേദനിച്ചിട്ട് വല്ലാതെ കരയുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. ഇത് ഡെയിലി കാണുന്ന സമയത്തും തർക്കട്ടിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ അന്നിങ്ങനെ തലവേദന കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്ത് തർക്കട്ടിൻ്റെ വീട്ടിലെ സെർവൻറ്റ് പറയുകയാണ്, ഇത്രയും വർഷമായിട്ടും പല രീതിയിലൊക്കെ നോക്കുന്നില്ലേ ഈ തലവേദന ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ബാന്ദ്ര ജില്ലയിൽ മൗലാന അബാബ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ പോയി കാണുകയാണെങ്കിൽ ഈ ഒരു തലവേദനയ്ക്ക് ഒരു മരുന്ന് തരും. ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് ഒരുപാട് രോഗങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കണ്ടാൽ ഉറപ്പായിട്ടും ഈ ഒരു അസുഖത്തിന് മാറ്റം വരുമെന്ന് പറയുന്ന സമയത്ത് തർക്കട്ടിൻ്റെ അമ്മ ജ്യോതീന്ദ്ര തർക്കട്ടിനോട് കേൾക്കുകയാണ്, ഇതെങ്ങനെയാണ് അച്ഛനോട് പറഞ്ഞ് സമ്മതം വാങ്ങുന്നത്. അപ്പോൾ തർക്കട്ട് പറയുകയാണ്, ഞാൻ എങ്ങനെയെങ്കിലും സമ്മതം വാങ്ങാം, നമുക്ക് പോയി മൗലാന ബാബയെ ഒന്ന് കാണാം, ചിലപ്പോൾ അവിടെ ഒരു ആശ്വാസം ലഭിച്ചാലോ എന്ന് പറയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടി അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അമ്മയും ജ്യോതീന്ദ്ര തർക്കട്ടും കൂടി മൗലാന ബാബയെ കാണാൻ പോകുന്നുണ്ട്. മൗലാന ബാബയെ കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു മരുന്ന് കൊടുക്കുകയും അത് വീട്ടിൽ വന്ന് കഴിക്കുന്ന സമയത്ത് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വേദനയാണ് ആ അമ്മയ്ക്ക്. അന്ന് വല്ലാത്ത തലവേദനയാണ്. അപ്പോൾ സെർവൻറ്റിനെ വിളിച്ച് അമ്മ പറയുകയാണ്, നീ പറഞ്ഞതുപോലെ ഞാൻ മൗലാന ബാബയെ കണ്ടു, അദ്ദേഹം എനിക്ക് മരുന്നും തന്നു, പക്ഷേ ജീവിതത്തിൽ ഇന്നോളം ഞാൻ അനുഭവിച്ച തലവേദനയെക്കാളും കൂടുതലാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് സെർവൻറ്റിനോട് ഇങ്ങനെ പരാതി പറയുന്ന സമയത്ത് സെർവൻറ്റ് വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും ഒന്നുകൂടി പോയി മൗലാന ബാബയെ കണ്ട് എനിക്കിങ്ങനെയാണ് ആ മരുന്ന് കഴിച്ചതിന് ശേഷം വല്ലാത്ത തലവേദനയാണെന്ന് ഒന്നുകൂടെ പോയി പറയുന്ന സമയത്ത് അദ്ദേഹം ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു പരിഹാരം തരും എന്ന് പറയുകയും വീണ്ടും മൗലാന ബാബയെ കാണാൻ പോകുന്നു. അപ്പോൾ മൗലാന ബാബ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഷിരഡിയിൽ എൻ്റെ ഒരു സഹോദരൻ സായിബാബ താമസിക്കുന്നുണ്ട്, നിങ്ങൾ ഒട്ടും വൈകാതെ അവിടെ പോയി എൻ്റെ സഹോദരനെ ഒന്ന് കാണൂ, അവിടെ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു പരിഹാരം ലഭിക്കും എന്ന് പറഞ്ഞു വിടുകയാണ്.
അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഇവർക്ക് വല്ലാത്ത കൺഫ്യൂഷനാണ്. കാരണം മൗലാന ബാബയെ കാണാൻ പോലും ഒരുപാട് ചോദിക്കേണ്ടി വന്നു അച്ഛനോട്. അപ്പോൾ ഇനി ഷിർഡിയിൽ പോയി സായിബാബയെ കാണണം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം ഒന്നും അറിയില്ല. അങ്ങനെ തർക്കഡ് അപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ഇത്രയും നമ്മൾ ഓരോ വഴി നോക്കിയില്ലേ, ഇനി എങ്ങനെയെങ്കിലും അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നമുക്ക് ഷിർഡിയിൽ പോകണം, വേറെ മാർഗമില്ല. അങ്ങനെ രാമചന്ദ്ര തർക്കഡിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഒരുവിധം മനസ്സിലാക്കി എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തെ പെർമിഷനോടുകൂടി അവർ ഷിർഡിയിൽ പോവുകയാണ്. ഷിർഡിയിൽ പോകുന്നുണ്ട്, ഷിർഡിയിൽ പോയി ബാബയെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വരുന്ന സമയത്ത്, ഈ അമ്മയെ കാണുന്ന സമയത്ത് തന്നെ ബാബ ആ അമ്മയോട് ചോദിക്കുകയാണ്, ഒരുപാട് കാലമായിട്ട് തലവേദന കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകയാണല്ലേ അമ്മ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തർക്കട്ടിൻ്റെ അമ്മയ്ക്ക് വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം ഞാൻ ഈ അനുഭവിക്കുന്ന തലവേദന ഇന്ന് വരെ ഞാൻ ബാബയെ കണ്ടിട്ടില്ല, ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയില്ല, ആദ്യമായിട്ടാണ് ഷിർഡിയിൽ വരുന്നത്, എങ്കിലും എങ്ങനെയാണ് ബാബ എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയെന്ന് ആലോചിച്ച് അമ്മ അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ബാബ നമ്മുടെ ധ്വനിക്കടുത്ത് നിന്നും കുറച്ച് ഉതി എടുത്തത് 5 വിരലുകൾ കൊണ്ടും ഉതി എടുത്തു എന്നാണ് പറയുന്നത്. മൊത്ത വിരലുകൾ കൊണ്ടും ഉതി എടുത്ത് ആ അമ്മയുടെ തലയിൽ ഇങ്ങനെ വിതറുകയാണ്. വിതറിയതിന് ശേഷം ബാബ പറയുന്നത്, ഇന്ന് തുടങ്ങി, ഈ നിമിഷം തുടങ്ങി നിൻ്റെ ഈ തലവേദനയിൽ നിന്നും നിനക്കൊരു മോചനം കിട്ടും. ഇനി നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു തലവേദന നിന്നെ അലട്ടില്ല എന്ന് പറയുകയാണ്. ആ ഉതി തലയിൽ വീഴുന്ന ആ സമയം മുതൽ അമ്മയ്ക്ക് വല്ലാത്തൊരാശ്വാസമാണ്. തലവേദന അനുഭവിക്കുന്നില്ല, ഒരു ഭാരം ഒഴിഞ്ഞതുപോലെയും ഒരു ആത്മവിശ്വാസവും വല്ലാത്തൊരാശ്വാസം അമ്മ അനുഭവിക്കുകയാണ്. അമ്മ ഉടനെ ബാബയോട് നന്ദി പറയുകയാണ്. ബാബ, ഞാൻ ഇന്നോളം ഈ തലവേദന കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ഇന്നാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വലിയൊരു ആശ്വാസം അനുഭവിക്കുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്ന് ബാബയോട് പറയുകയാണ്. അപ്പോൾ ബാബ പറയുകയാണ്, ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇന്ന് ഷിരടി വിടാൻ സാധിക്കില്ല. 3 ദിവസം എന്നോടൊപ്പം താമസിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഷിരടി വിട്ടു പോയാൽ മതിയാകും. അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല, എങ്ങനെയാണ് ഇത് രാമചന്ദ്ര തർക്കടിനോട് പറയുന്നത്, 3 ദിവസം ഇവിടെ ബാബ താമസിക്കാൻ പറയുകയാണ്, അദ്ദേഹം ഇത് സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ കൂടെയുള്ള ബാബ ഭക്തന്മാർ അവരോട് പറയുകയാണ്, നിങ്ങൾ ബാബ പറഞ്ഞത് അനുസരിച്ചേ മതിയാകൂ. കാരണം നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരുന്നതിനും എത്രയോ സമയത്തിന് മുൻപേ ബാബ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, ഒരു അമ്മയും കുഞ്ഞും ഇവിടെ ഇപ്പോൾ എന്നെ കാണാൻ വരും, അവർ വല്ലാതെ ബുദ്ധിമുട്ടിയാണ് വരുന്നത്, ഇന്ന് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിനൊരു മോചനം ഉണ്ടാകുമെന്ന് നിങ്ങൾ വരുന്നതിനും എത്രയോ സമയത്തിന് മുമ്പ് ബാബ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും അവിടെ നിൽക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് പോകാൻ നേരം ബാബയോട് അനുവാദം ചോദിക്കാൻ വരുന്ന സമയത്ത് ബാബ ജ്യോതീന്ദ്ര തർക്കട്ടിനെ ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് പൊക്കുകയാണ് കേട്ടോ. എത്രത്തോളം ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണല്ലേ ജ്യോതീന്ദ്ര തർക്കട്ട്. കാരണം ഇന്നും നമ്മൾ ഷിരഡിയിൽ പോയി ബാബയുടെ സമാധിയിലൊന്ന് കൈ തൊട്ടാൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വൈബ്രേഷനുണ്ട്. അപ്പോൾ ബാബയുടെ കൈകൾ കൊണ്ട് ജ്യോതീന്ദ്ര തർക്കട്ടിനെ എടുത്തു എന്ന് പറയുമ്പോൾ അത്രത്തോളം പുണ്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ജ്യോതീന്ദ്ര തർക്കട്ടിനെ എടുത്തിട്ട് ബാബ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജ്യോതീന്ദ്ര തർക്കട്ട് പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണല്ലോ, അത് 3 ദിവസത്തിന് മുൻപേ ആണല്ലോ ബാബയെ കാണുന്നത്. ബാബ എന്ന വ്യക്തിയെക്കുറിച്ച് അറിയുന്നത് പോലും മൗലാന ബാബ പറഞ്ഞതിന് ശേഷമാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ ബാബയെ ഓർക്കുന്നത്? അപ്പോൾ ബാബ കഫനിയുടെ പോക്കറ്റിൽ നിന്നും ആ 1 രൂപ എടുത്തിങ്ങനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത് നീ അന്ന് എനിക്ക് ഭിക്ഷയായി നൽകിയ 1 രൂപയാണ്. നീ എനിക്ക് മനസ്സറിഞ്ഞ് നൽകിയ ഈ ഒരു ഭിക്ഷയ്ക്ക് ഞാനത് ദക്ഷിണയായിട്ട് സ്വീകരിക്കുകയും ഇന്ന് നിനക്ക് തിരിച്ചു തരേണ്ട ആ ഒരു സമയം വന്നപ്പോൾ ഞാൻ നിനക്കത് തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ 1 രൂപ ജ്യോതീന്ദ്ര തർക്കട്ടിന് കൊടുക്കുകയും ഇത് നീ ഉള്ളിടത്തോളം കാലം നിൻ്റെ കൂടെ സൂക്ഷിക്കുകയും ഇത് നിന്നോടൊപ്പമുള്ള അത്രയും കാലം നിൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ 1 രൂപ ജ്യോതീന്ദ്ര തർക്കട്ടിന് കൊടുത്തു വിടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുന്ന എന്തും ബാബ അതേ രീതിയിൽ സ്വീകരിക്കുമെന്നുള്ളതാണ്, ദക്ഷിണയായി സ്വീകരിക്കുകയും നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ബാബ അതിനുള്ള ഒരു അനുഗ്രഹം നമുക്ക് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ജ്യോതീന്ദ്ര തർക്കട്ടിന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടായ തലവേദന മാറ്റിക്കൊടുത്തതിലൂടെ ബാബ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം. അതുകൊണ്ട് നിങ്ങളും എപ്പോഴും നമുക്ക് വേറെ ഒന്നും ബാബയ്ക്ക് നൽകാനില്ലെങ്കിലും മനസ്സറിഞ്ഞ ഒരു ഭക്തി മാത്രം മതി. ബാബ അത് ഉറപ്പായിട്ടും സന്തോഷത്തോടെ സ്വീകരിക്കും കേട്ടോ. ഒപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.